ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ പെബിൾസ് വീഡിയോ ഇല്ലായിരുന്നു. കാര്യം ഞാൻ ഇന്നലെ മിനിങ്ങാതെ രാത്രി ഞാൻ ഔട്ട് ഓഫ് കൺട്രി ട്രാവൽ ചെയ്യുമായിരുന്നു. എനിക്കത് കാരണം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ ചൊവ്വാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രോങ് സ്റ്റോക്കുകളും അതിൻ്റെ അനാലിസിസും എന്നുള്ള ഒരു പുതിയ പങ്ക്തി കാണിച്ചിരുന്നു. ആ സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടിരുന്നോ? ആ സ്റ്റോക്കുകൾ കൊടുത്ത റിട്ടേൺ നിങ്ങൾ കണ്ടിരുന്നോ? നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് കൊടുത്തതിന് ശേഷം ആ ഒരു പങ്ക്തി ഞാൻ റെക്കമെൻഡേഷൻ ആയിട്ടേ അല്ല ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു ലേണിംഗ് ഇൻപുട്ട് എന്ന കൺസെപ്റ്റിൽ മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്തൊരു എൻട്രിയോ എക്സിറ്റോ സ്റ്റോപ്പ് ലോസോ ഒന്നും ഞാൻ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നില്ല. സോ അതൊരു ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. അത് എന്താ പറയുക, നിങ്ങളുടെ ലേണിങ്ങിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടറായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. എനിവേ, മിനിങ്ങാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് സോണിലേക്കെന്ന് പറഞ്ഞിരുന്നു. ആ സോണാണ് ഈ കാണുന്നത്. അന്ന് വരച്ച് വരെയാണ് ഈ കാണിച്ചിരിക്കുന്നത് നിഫ്റ്റി. ഇന്നലത്തെ ക്യാൻഡിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ. ഈ ക്യാൻഡിൽ നോക്കൂ. ഈ ക്യാൻഡിൽ മേളിൽ കൂടുതൽ വന്നല്ലേ. ദാറ്റ് മീൻസ് സെല്ലേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, സെല്ലിങ് ഇന്നലത്തെ ഇതിനെക്കാട്ടിലും കൂടുതൽ സെല്ലിങ് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാൻഡിൽ മൊമെൻറ്റം വീക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സോണിൽ നാച്ചുറലി ഒരു നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ നമുക്ക് എടുത്താൽ മതി. പക്ഷേ നിഫ്റ്റിയിൽ ഇൻ ജനറൽ നോക്കാൻ നേരത്ത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് വീക്കാണ്. 52 ഉള്ളൂ. ആർ സിക്ക് ഒരു ഫുൾ പവറിലേക്ക് RSI വന്നിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഞാൻ ഈ ഒരു സോൺ നിഫ്റ്റി കട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിഫ്റ്റി ഒരു മൊമെൻറ്റത്തിൽ വരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. 22,575 ആ ഒരു സോൺ. ദാറ്റ് മീൻസ് 22,414 ഇനിയും ഒരു 150 പോയിന്റ് 160 പോയിന്റ് കട്ട് ചെയ്ത് പോകാനുണ്ട് നിഫ്റ്റി ഒരു മൊമെൻറ്റം സോണിലേക്ക് വരാനായിട്ട്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിഫ്റ്റി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച്. നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇന്നത്തെ കുറിച്ച് ഒരു സ്ട്രോങ് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് പുറവൻകര ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഒരു 2-3 ദിവസത്തെ ക്യാൻഡിലിൽ സ്റ്റോക്ക് ഒരു ചെറിയ റെസ്റ്റിംഗ് പോയിന്റ് ആണെന്ന് കരുതിയാൽ മതി. സപ്പോസ് നിങ്ങളൊരു 2 hour ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? നമുക്കൊരു വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ കാണാൻ സാധിക്കും. 2 hour ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് കോൺട്രാക്ഷൻ ഈ ലെവൽ വരെ വന്നു. ഇതിൽ വന്നതിന് ശേഷം അടുത്ത കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ലെവൽ വരെ വന്നു. ഈ ലെവലിൽ നിന്നും ഈ ഒരു സോണിൽ നിന്നും ഈ സോൺ വരെ വന്നു. ദാറ്റ് മീൻസ് 2 മണിക്കൂർ അനാലിസിസിലെ ആദ്യത്തെ കോൺട്രാക്ഷൻ 14.16 വന്നു. രണ്ടാമത്തെ കോൺട്രാക്ഷൻ 8.31 വന്നു. കാരണം വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ സോഫാർ വർക്ക് ചെയ്തു. സോ ഈ ഒരു സോൺ 377 വളരെ ക്രിട്ടിക്കലായിട്ട് സോണാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സോ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കൂടുതൽ അത് ഒബ്സർവ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള പോയിന്റ് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അടുത്ത സ്റ്റോക്കിൽ നമുക്ക് കിടക്കാം. അത് GPIയിലാണ്. ഗോദാവരി പവർ എന്നുള്ള കമ്പനിയാണ്. ഗോദാവരി പവർ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഗോദാവരി പവർ അടുത്തൊരു ഹൈ ലെവലിലേക്ക് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കയറുകയാണ്. ഒരു ഓൾ ടൈം ഹൈയിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1 day വീക്കായിട്ട് വീണ്ടും ഈ ഒരു ക്യാൻഡിൽ കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇന്ന് വോളിയം വളരെ കുറവായിരുന്നു. വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ട്, ഒരു സ്ട്രോങ് ബൈയുടെ സപ്പോർട്ട് കുറവായിരുന്നു. നമ്മളൊരു 2 hour നമ്മൾ എടുത്താൽ നോക്കൂ, കൊച്ചൊരു പുൾ ബാക്ക് വന്നതിന് ശേഷമാണ് സ്റ്റോക്ക് കയറിപ്പോയത്. സോ പുൾ ബാക്ക് എവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ പുൾ ബാക്ക് ഈ പ്രീവിയസ് സോണിലാണ് കംപ്ലീറ്റ് ചെയ്തത്. പുൾ ബാക്കിൻ്റെ ഈ ഒരു സോണിലാണ് പുൾ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറിപ്പോയത്. ഇതാണ് 2 hour. ഇവിടെ ഒരു ബ്രേക്കൗട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്ക് കയറിപ്പോയത്. ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ പുൾ ബാക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് കയറിപ്പോയത്. സോ സ്റ്റോക്ക് എനിവേ റെസിസ്റ്റൻസിൻ്റെ സമയത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് ക്രോസ് ചെയ്യുന്നതിലൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചനമൊന്നുമില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. അടുത്ത വേദാന്തയാണ്. വേദാന്തം ഒരു 2 hour ടൈം ഫ്രെയിമാണ് എൻ്റെ മുമ്പിൽ ഉള്ളത്. വേദാന്ത 2 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കാൻ നേരത്ത് ഒരു സിമ്പിൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ 2 hour ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ലൈനെ ഓൾമോസ്റ്റ് കട്ട് ചെയ്തു എന്ന് ഇതൊക്കെ പറയാൻ സാധിക്കും. ഓൾമോസ്റ്റ് 2 hour ടൈം ഫ്രെയിം ട്രെൻഡ് ലൈനെ കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക കൊച്ചു പുൾ ബാക്കിൽ നിൽക്കുന്ന ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം, ഈ ഗ്രീൻ ക്യാൻഡിൽ വോളിയം ഉണ്ട്, ബാക്കി വന്ന പുൾ ബാക്ക് ക്യാൻഡിൽസ് വോളിയം ഇല്ല. ലുക്സ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എപ്പോഴും നിങ്ങൾ റെസിസ്റ്റൻസ് സോൺ എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യണം. ആ ഒരു സോൺ വളരെ ക്രിട്ടിക്കലാണ്. സോ 2 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു സോൺ റെസിസ്റ്റൻസ് സോണാണ്. ഈ സോൺ എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ഹൈയുടെ ആ ലെവലിലുള്ള റെസിസ്റ്റൻസ് സോണാണ്. ആ സോണിൽ 1, 2, 3, 4, 5 പ്രാവശ്യം ക്യാൻഡിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സോൺ വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. ഹിന്ദുസ്ഥാൻ സിംഗാണ് അടുത്ത സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ളൊരു ഡേ ടൈം ഫ്രെയിം നോക്കാൻ നമുക്ക് കാണുന്ന സാധിക്കുന്നത് അതൊരു ഇൻസൈഡ് ക്യാൻഡിൽ പാറ്റേണിനകത്ത് നിൽക്കുന്നത്. ഒരു വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഒരു ഡേ ടൈം ഫ്രെയിമിൽ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഈ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ മുകളിലേക്ക് വരുമോ താഴേക്ക് വരുന്ന മുൻവിധികളൊന്നുമില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. സോ അടുത്ത KSB പമ്പ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് കാണാൻ സാധിക്കുന്നത്. ആ റിജക്ഷൻ ക്യാൻഡിൽ
സോ അപ്പർ റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ലോ റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ലുക്സ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. സോ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഒരു ബിൽഡപ്പ് കണക്ക് തോന്നുന്നു ശരിക്കും റെസിസ്റ്റൻസിനടുത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം കയറിപ്പോയ സമയത്ത് സ്ട്രോങ് വോളിയം ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന 2 റെഡ് ക്യാൻഡിലും വോളിയം ഇല്ല എന്നുള്ള വലിയൊരു ക്രിട്ടിക്കൽ ഒബ്സർവേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അടുത്തത് എക്സൈഡ് ഇൻഡസ്ട്രിയാണ്. എക്സൈഡ് ഇൻഡസ്ട്രിയും കയറിപ്പോകുന്ന സമയത്ത് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽസുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു ചെറിയൊരു കൺസോളിഡേഷനിൽ നിൽക്കുകയാണ്. സോ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് കയറുപോയില്ല എന്നൊക്കെ മുൻകൂട്ടി പ്രവചനമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്സർവേഷൻ ഇവിടെ കാണിക്കുന്നത് ഈ റെഡ് ക്യാൻഡിലും ഈ ഗ്രീൻ ക്യാൻഡിലും താഴെ ലോവർ ബിഗ് റിജക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആ റിജക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച്. വീൽ വെയിറ്റ് ആൻഡ് സി. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സോൺ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാര്യം ഈ സോണിൽ ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു, 2 പ്രാവശ്യം ഹിറ്റ് ചെയ്തിട്ടാണ് താഴെ വന്നത്.